നമസ്കാരം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അതിനിടയിൽ വിവിധങ്ങളായ പുതിയ പുതിയ പദ്ധതികൾ വരുന്നു, പുതിയ പുതിയ പ്രചരണ മാർഗ്ഗങ്ങൾ വരുന്നു. അതിലൊന്ന് കത്തി കയറി നിൽക്കുന്ന ഒരു പ്രചരണ രീതിയാണ് കലുങ്ക് മഹോത്സവം, അതായത് കലുങ്ക് സംവാദം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഈ തോടിൻ്റെ അടുത്തൊക്കെ കലുങ്ക് കാണും. അവിടെ ഒരു ചെറിയ തട്ടുകട കാണും. തട്ടുകടയെന്ന് പറയാൻ പറ്റില്ല, ഒരു പെട്ടിക്കട കാണും. അവിടെ അത്യാവശ്യം മുറുക്കാനും സിഗരറ്റ്, ചിലപ്പോൾ ഒരു ചായയും കാണും. അത് കട്ടനാണ് കൂടുതൽ കാണുക, അല്ല ചായയൊന്നും കാണത്തില്ല. അപൂർവം ബിസ്ക്കറ്റോ വട എന്തെങ്കിലും ഒരു ഐറ്റം, അതുണ്ടെങ്കിൽ പിന്നെ കട വലുതായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള അവിടെയൊക്കെ പോയി ആളുകൾ ബീഡിയും ചായയൊക്കെ വാങ്ങിച്ച് വലിച്ച്, ഒരു ബീഡിയൊക്കെ വലിച്ച് അങ്ങനെ ഇരുന്ന് ഈ കലുങ്കിലിരുന്ന് രാഷ്ട്രീയം പറയും. അതിൽ സൂര്യന് താഴെയുള്ള എല്ലാ രാഷ്ട്രീയം പറയും. കമ്മ്യൂണിസം പറയും, മാർക്സിസം പറയും, ലെനിനിസം പറയും, ഗാന്ധിസം പറയും, പിന്നെ BJP പറയും, എല്ലാ ഇസവും പറയും. എല്ലാം ഇങ്ങനെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് കുറച്ച് ഡയലോഗൊക്കെ അടിച്ച്, ഗ്യാസൊക്കെ അടിച്ച്, അങ്ങനെ കുറച്ച് കത്തിയൊക്കെ വെച്ച് അങ്ങ് പോവും. ഇതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നടത്തുന്ന കലുങ്ക് സംവാദം. രണ്ടിടത്ത് നടത്തി, രണ്ടിടത്തും വിവാദമായി. ഒരിടത്ത് ഒരു വേലായുധൻ ചേട്ടനോ ആരോ ഒരാൾ വന്നു, അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പ്രശ്നം വന്നു. അതിൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങിച്ചില്ല. അവസാനം CPM വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അത് വേറെ വിഷയത്തിലേക്ക്. രണ്ടാമതൊരു സ്ത്രീ ഒരു സ്ഥലത്ത് വന്ന് സുരേഷ് ഗോപിയെ കാണാൻ വന്നു. അതും സുരേഷ് ഗോപി വേണ്ടത്ര മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അവസാനം 10,000 രൂപ അവർക്ക് കൊടുക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു. അത് അപ്പോഴാണ് MD രമേശ്, BJPയുടെ നേതാവ് MD രമേശ് വന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇത്തരത്തിൽ കലുങ്ക് സംവാദങ്ങൾ നടത്താൻ, ജനങ്ങളിലേക്ക് പോകാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? അപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, ഒരു കലുങ്ക് സംവാദം, ഇപ്പുറത്ത് കലുങ്ക് സംവാദം, ഇപ്പുറത്ത് തട്ടുകട സംവാദം, ചായക്കട സംവാദം. മോഡി ഇതിനിടയിൽ ചായക്കട സംവാദം നടത്തിയിരുന്നു രാജ്യത്ത് പല സ്ഥലങ്ങളിലും. അപ്പോൾ ചുരുക്കത്തിൽ തട്ടുകട, ചായക്കട, കലുങ്ക് കട, ഇങ്ങനെ മുട്ട ഓംലെറ്റ് കട, പിന്നെ ബെറോട്ടക്കട, ഇങ്ങനെ സംവാദങ്ങൾ, വായനശാല ചർച്ച, പിന്നെന്താണ് ഗ്രാമതല ചർച്ച, അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളിലൂടെയാണ് കാര്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ വിവാദമായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഈ പൊളിറ്റിക്കൽ ശൈലിയും അദ്ദേഹത്തിൻ്റെ പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഒന്നുകിൽ കുറവ്, അല്ലെങ്കിൽ അറിവില്ലായ്മ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലി ഇതാണ്. നമുക്കറിയില്ല, ഓരോ രാഷ്ട്രീയക്കാർക്കും ഓരോ ശൈലിയാണല്ലോ. ചിലരാണെങ്കിൽ വാങ്ങുന്ന നിവേദനങ്ങൾ, ചിലർ നിവേദനങ്ങൾ വാങ്ങുകയില്ല, ചിലർ വാങ്ങുന്ന നിവേദനങ്ങൾ കൃത്യമായി നടപ്പാക്കി കൊടുക്കും, ചിലർ നിവേദനങ്ങളെല്ലാം വാങ്ങും, ഒന്നും നടപ്പിലാക്കില്ല. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ രാഷ്ട്രീയക്കാരുണ്ട്. ഇതിലേതിലാണ് വരിക എന്ന് നമുക്കറിയില്ല. അതൊക്കെ സ്വയം സുരേഷ് ഗോപിയൊക്കെ തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും കലുങ്ക് വിവാദം വലിയ ചർച്ചയിലേക്കാണ് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് മുഖ്യമന്ത്രിയെ കലുങ്ക് വിവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ടാണ് BJPയുടെ MD രമേശ് രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ഇതിലൂടെ എന്തെങ്കിലും ജനങ്ങൾക്ക് ഗുണം കിട്ടുമോ? ആളുകൾ വരുന്നു, ചർച്ച ചെയ്യുന്നു, മന്ത്രിയുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റുന്നു. സുരേഷ് ഗോപി നടനും കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിലിരുന്ന് കത്തിയൊക്കെ വെച്ച് സംസാരിക്കും. പക്ഷേ അതിനുപരിയായി ജനകീയമായി ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? അത് നാടിൻ്റെ പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കുമോ? പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? വ്യക്തികളുടെ വ്യക്തിഗത പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? അതോ സമവായം ഉണ്ടാക്കിയെടുക്കുമോ? അതോ നാടിൻ്റെ വികസനത്തിനാവശ്യമായ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുമോ? രൂപരേഖ തയ്യാറാക്കുമോ? എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം.